റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട വെള്ളൂർ കേരള റബ്ബർ ലിമിറ്റഡിൽ സംരംഭങ്ങൾക്ക് താൽപര്യമറിയിച്ച് 35 കമ്പനികൾ രംഗത്തെത്തി. നിലവിൽ ഇന്ത്യൻ കമ്പനികളാണ് എത്തിയതെങ്കിലും വിദേശ കമ്പനികളുമായും ചർച്ച നടക്കുന്നുണ്ട്. 1900 കോടി മുതൽ മുടക്കിൽ സിയാൽ മാതൃകയിലാണ് സംസ്ഥാന സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡിന് രൂപം നൽകിയത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 4.5 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചു. വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് വളപ്പിലെ 164.86 ഏക്കർ ഭൂമിയും കൈമാറി. ഇവിടെ വിവിധ കമ്പനികൾക്ക് പാട്ടവ്യവസ്ഥയിൽ സ്ഥലം നൽകി റബ്ബർ പാർക്ക് ആരംഭിക്കാനായിരുന്നു തീരുമാനം. പ്രതികൂല കാലാവസ്ഥയും മണ്ണിന്റെ ലഭ്യതക്കുറവും കാരണം ചതുപ്പും വെള്ളക്കെട്ടും നിറഞ്ഞ സ്ഥലം നികത്തൽ നീണ്ടുപോയി. ഇപ്പോൾ 25 ഏക്കർ സ്ഥലം മണ്ണിട്ട് സജ്ജമാക്കി. റോഡും തയ്യാറായി വരുന്നു. പാട്ടവ്യവസ്ഥയിൽ സ്ഥലം കൈമാറുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങളും മാറി. 65 യൂണിറ്റുകളാകും പ്രവർത്തിക്കുക. 10,000 പേർക്ക് തൊഴിലും ലഭ്യമാകും. കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കുന്നതിനായി റബ്ബർ ഉപയോഗം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. 15 ലക്ഷത്തോളം റബ്ബർ കർഷകരാണ് കേരളത്തിലുള്ളത്. ഇതിലേറെയും കോട്ടയം ജില്ലയിലാണ്. വൻകിട ടയർ കമ്പനികൾ റബ്ബർ വിപണി നിയന്ത്രിക്കുന്നതിനാൽ മികച്ച വില കിട്ടാതെ പലരും റബ്ബർ കൃഷി ഉപേക്ഷിക്കുമ്പോഴാണ് പാർക്ക് പ്രതീക്ഷയാകുന്നത്. ഓട്ടോമൊബൈൽ പാർട്സുകൾ, കയ്യുറകൾ, മാറ്റുകൾ എന്നിവ നിർമ്മിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വെള്ളവും വൈദ്യുതിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കി വൈകാതെ പാർക്ക് പ്രവർത്തനം ആരംഭിക്കും. പദ്ധതിയുടെ ചിലവ് 254 കോടിയാണ്. പാർക്കിൽ റബ്ബർ ഉൽപ്പന്ന പ്രദർശന കേന്ദ്രം, ടയർ ടെസ്റ്റിംഗ് സെന്റർ, സ്റ്റെറിലൈസിംഗ് സെന്റർ, ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ, വെയർഹൌസ്, ടൂൾ റൂം, ഏകജാലക അനുമതി കേന്ദ്രം തുടങ്ങിയവ ഉണ്ടായിരിക്കും. അതേസമയം സംസ്ഥാനത്ത് റബ്ബർ വില 200 കടന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യമായി നേട്ടമുണ്ടാക്കാൻ റബ്ബറിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ചരക്ക് വരവ് തീരെ കുറഞ്ഞതോടെ വില കൂട്ടാൻ ടയർ കമ്പനികൾ നിർബന്ധിതരാവുകയായിരുന്നു. ജൂൺ ജൂലൈ മാസങ്ങളിൽ റബ്ബർ ഉൽപാദനം തീരെ കുറഞ്ഞ മാസങ്ങളാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഉൽപാദനം വലിയ രീതിയിൽ കുറയുമെന്നാണ് വിവരം. വില താഴ്ന്നു നിന്നതിനാൽ തോട്ടങ്ങളിൽ പഴയ ആവശ്യം ലഭ്യമല്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ താഴ്ന്ന നിലയിലാണ് ഇത്തവണ വില. ഇതും ഉൽപാദനം കുറയാൻ കാരണമാകും. ചൈനയിൽ നിന്നടക്കം ആവശ്യകത മുൻവർഷത്തേക്കാൾ ഉയരുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വരും മാസങ്ങളിൽ വില ഇനിയും ഉയർന്നേക്കാം. നിലവിൽ കേരളത്തിൽ RSS-4-ന് 200 രൂപയാണ് വില. രാജ്യാന്തര വിലയും ഇതേ നിലയിലാണ്. ആഭ്യന്തര വിലയും രാജ്യാന്തര വിലയും ഒരേ രീതിയിൽ പോകുന്നത് കേരളത്തിലെ കർഷകർക്ക് അത്ര ഗുണകരവുമല്ല. രാജ്യാന്തര വില കുറഞ്ഞു നിന്നാൽ ഇറക്കുമതി വർദ്ധിപ്പിച്ച് ആഭ്യന്തര വിലയിടിക്കാൻ ടയർ നിർമ്മാതാക്കൾ ശ്രമിക്കും. രാജ്യാന്തര തലത്തിൽ റബ്ബറിന്റെ ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വിലയിൽ കാര്യമായി പ്രതിഫലിപ്പിക്കാത്തതിന് കാരണം ഡിമാൻഡ് ഉയർത്താനാണ്. മുൻ മാസങ്ങളിൽ ചൈനയിൽ നിന്നുള്ള ആവശ്യകത താഴ്ന്നു നിൽക്കുകയാണ്. വാങ്ങലുകാരുടെ അഭാവം തന്നെയാണ് വില ഇടിയാനും കാരണമായത്. US ചൈന വ്യാപാര യുദ്ധം രമ്യമായി പരിഹരിച്ചാൽ അത് റബ്ബറിനും ഗുണം ചെയ്യും. അതേസമയം റബ്ബർ ബോർഡിന്റെ സഹകരണത്തോടെ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ നടപ്പാക്കുന്ന ഐസ്പീഡ് പദ്ധതിയുടെ പ്രഖ്യാപനം ആത്മാ ചെയർമാനും MRF ലിമിറ്റഡ് വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അരുൺ മാമൻ നിർവഹിച്ചിരുന്നു. രാജീവ് ബുദ്രാജ്, പ്രവീൺ ത്രിപാഠി എന്നിവർ സമീപമുണ്ടായിരുന്നു. രാജ്യത്തെ 2 ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകരെ സഹായിക്കാനായി ഐസ്പീഡ് പദ്ധതി പ്രഖ്യാപിച്ച ടയർ നിർമ്മാതാക്കളുടെ സംഘടനയായ ആത്മ, ഉൽപാദനക്ഷമത, ഗ്രാമീണാടിസ്ഥാന സൗകര്യങ്ങൾ, റബ്ബറിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രോജക്ട് ഇൻഡോറിന്റെ ഭാഗമായി ഇൻഡോർ സ്കില്ലിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എൻഹാൻസ്മെന്റ് ഡ്രൈവ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റബ്ബറിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ നേട്ടങ്ങൾ വികസിപ്പിക്കുന്നതിനും ടയർ വ്യവസായ മേഖല നേരിട്ട് നടപ്പാക്കുന്ന ആദ്യ പദ്ധതിയാണിത്. 1100 കോടി രൂപയുടെ നിക്ഷേപമുള്ള ഈ പദ്ധതി അപ്പോളോ, സിയറ്റ്, JK, MRF എന്നീ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ ധനസഹായത്തോടെയാണ് നടപ്പാക്കുന്നത്. റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യക്കാണ് പദ്ധതി നിർവഹണ ചുമതല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.